എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് മനോരമ ന്യൂസിൽ വന്നിട്ടുള്ളത്. ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ. എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്നതിൽ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണ്. പെൻഷൻ വിതരണം മുടക്കിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കിയ തിരിച്ചടി മറികടക്കാനാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി 2500 രൂപയാക്കി ഉയർത്തുമെന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ആ സർക്കാർ നിലവിലെ 1600 രൂപയുടെ പെൻഷൻ തന്നെ മാസങ്ങളോളം മുടക്കി. ഇത് സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാക്കിയെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിക്ക് മുഖ്യ കാരണം ആയി എന്നുള്ളതുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ഇതിന് പരിഹാരം ഉണ്ടാകുമെന്ന രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. പ്രകടന പത്രികയിലെ വാഗ്ദാനമായ 2500 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക എന്നത് നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ അസാധ്യമാണ്. എത്രയാണെന്നതിൽ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. വർധന നാമമാത്രമായ തുകയായിരിക്കില്ലെന്നാണ് വിവരം. ഏകദേശം ഒരു 2000 രൂപയുടെ അടുത്തൊക്കെ വർധനവ് ഉണ്ടായിരിക്കാം എന്ന സൂചനയൊക്കെയുണ്ട്. ഇത് ഒഫീഷ്യലല്ല. ചെറിയ വർധനവ് പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് വലിയ ബാധ്യതയായിരിക്കും. ആസൂത്രണ വകുപ്പ് ഈ മുന്നറിയിപ്പ് സർക്കാരിന് നൽകിയിട്ടുണ്ട്. പക്ഷേ നിർണായക തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സാമ്പത്തിക അച്ചടക്കത്തേക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പിനാണ് സർക്കാർ മുന്നണിയും മുൻഗണന നൽകുന്നത്. അടുത്ത മാസം 7-നാണ് ബജറ്റ് അവതരണം. അതുപോലെ തന്നെ ജനുവരി മാസത്തിലെ പെൻഷൻ വിതരണം നടക്കാനുണ്ട്. അത് ഉടൻ തന്നെ നടക്കുന്നതായിരിക്കുമെന്നാണ് കിട്ടുന്ന വിവരം. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അടുത്തുനിന്ന് കടമെടുത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിലെ 1600 രൂപയും ചിലപ്പോൾ ഒരു ഗഡു പെൻഷൻ കൂട്ടി 3200 രൂപയും വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ജനുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഉടൻ തന്നെ നടക്കുന്നതായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.